എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ഓൺലൈനായി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച കന്തസഷ്ടിയാണെന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം. അപ്പം 27 നക്ഷത്രക്കാർക്ക് അവരുടെ ദാമ്പത്യ ജീവിതം വഴക്കുകളില്ലാതെ മുന്നോട്ട് പോകാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളാണ് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഓരോ കന്തസഷ്ടിക്കും ഓരോ വഴിപാടിനും ഓരോ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യ കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. കന്തസഷ്ടി ദിവസം നമ്മൾ സുബ്രഹ്മണ്യനെ ഭക്തിപൂർവ്വം അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി എന്ത് കാര്യങ്ങളും ചോദിച്ചാൽ ഭഗവാൻ നമുക്കത് സാധിച്ചു തരും. ആദ്യമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുണ്ടാകുന്ന വഴക്കുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, കല്യാണം കഴിഞ്ഞിട്ട് ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നില്ല, അതായത് ഭാര്യ പറയുന്ന ഭർത്താവിന് ഇഷ്ടമാകുന്നില്ല, ഭർത്താവ് പറയുന്ന ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഡൈവോഴ്സിൻ്റെ വക്കത്ത് വരെ എത്തി. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി പരിഹാരത്തിന് വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാടായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതായത് കന്തസഷ്ടി ദിവസം ഭഗവാന് താമരമാല കൊടുക്കുക. എന്താണ് താമരമാല? ഒരു 21 താമര മേടിച്ച് മാല കെട്ടി കൊടുത്താലും മതി. അപ്പോൾ താമരമാല എന്ന് പറയുമ്പോൾ ഷഷ്ടി തിങ്കളാഴ്ച ആണെങ്കിൽ ഞായറാഴ്ച കടയിൽ നേരത്തെ പോയി പറയണം. അപ്പോൾ കഴിവതും ഭാര്യയും ഭർത്താവും കൂടെ 6 പ്രദക്ഷിണം വെച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ താമരമാല കൊടുക്കുക. അപ്പോൾ ഈ താമരമാല കൊടുക്കുമ്പോൾ അത് ഭാര്യ ഭർത്താക്കന്മാർക്ക് രാവിലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പറയുന്ന വഴിപാടുകൾ വൈകുന്നേരം ചെയ്താൽ മതി. പക്ഷേ കന്തസഷ്ടി ദിവസം തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. താമരമാല 21 താമര കെട്ടി ദാമ്പത്യപരമായ പ്രശ്നങ്ങളും ഐക്യമധ്യത്തിനും കുടുംബജീവിതം സന്തോഷപരമായി മുന്നോട്ട് പോകാനും 27 നക്ഷത്രക്കാർ കന്തസഷ്ടി ദിവസം 21 താമര മേടിച്ച് മാല കെട്ടി 6 പ്രദക്ഷിണം വെച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൊടുക്കുവാണെങ്കിൽ, അതായത് അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ മാറും, പരസ്പരം വഴക്കുകൾ ഉണ്ടായാലും സന്തോഷപരമായ ഒരു കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. പരസ്പരം പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഈ ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒന്നാകും. അപ്പോൾ 21 താമര മേടിച്ച് ഭക്തിപൂർവ്വം കെട്ടി 6 പ്രദക്ഷിണം വെച്ച് സുബ്രഹ്മണ്യ ഭഗവാന്റെ നടക്കി വെക്കുക. എന്നിട്ട് വേറൊരു കാര്യം എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു താമരമാല തിരുമേനിയോട് പറഞ്ഞ് തിരിച്ചു മേടിക്കണം. തിരിച്ചു മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഹാളിലോ എവിടെയെങ്കിലും ഒരു 15 ദിവസം ഇത് വെച്ചേക്കണം. ഈ 15 ദിവസം കൊണ്ട് നമ്മുടെ ആ ഒരു മാല പയ്യെ വാടിത്തുടങ്ങും. അപ്പോൾ ഭഗവാന്റെ ചൈതന്യവർത്ത മാലയിലെ, അതായത് പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ, അങ്ങനെ വീടിൻ്റെ ദോഷങ്ങൾ മാറും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ 15 ദിവസത്തിനകം നടക്കുകയും ചെയ്യും. ആ 15 ദിവസം കഴിഞ്ഞ് മാല നമ്മൾ നല്ല ഒരു വെള്ളത്തിൽ കളയെങ്കിൽ വെള്ളത്തിൽ കളയാം, അതായത് ഒടുക്ക് വെള്ളത്തിലില്ലെങ്കിൽ ആ ഒരു മാല നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെടിച്ചട്ടിയുടെ ചുവട്ടിലിട്ടാൽ മതി. അതായത് ആ മാല നമ്മൾ തിരിച്ച് മേടിക്കണം. ഇനി വൈകുന്നേരം ഒന്ന് പറയണം, തിരുമേനി ഞങ്ങൾ നോക്കിച്ചപ്പം മാല തിരിച്ച് തരണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഭഗവാന് ചാർത്തിയ മാല നമ്മുടെ 15 ദിവസം വീട്ടിൽ വെക്കുക. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വീട്ടിൽ വെക്കാൻ ചിലവർക്കൊരു പേടിയുണ്ടോ, അയ്യോ 15 ദിവസമൊക്കെ അങ്ങനെ വീട്ടിൽ വെക്കുക, തൊടാമയ്യായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളതിൽ കയറി പിടിക്കുന്നില്ലല്ലോ ഡയറക്റ്റായിട്ട്. ഇപ്പോൾ ആ മാല നമ്മുടെ ഹാളിലോ അല്ലെങ്കിൽ TV ഇരിക്കുന്നതിൻ്റെ സ്റ്റാൻഡിൻ്റെ താഴെ വെച്ചാലും മതി, ഷെൽഫിൻ്റെ മേളിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അലമാരയുടെ മേളിൽ വെച്ചാൽ, അതാണ് ഹാളിൽ വെക്കാൻ പറഞ്ഞത്. അങ്ങനെ മേടിച്ചില്ലെന്ന് വെച്ച് കുഴപ്പമില്ല. പക്ഷേ ആ മാല നമ്മുടെ വീട്ടിൽ വെക്കുന്നത് 15 ദിവസം വെക്കുന്നത് വളരെയധികം ഉത്തമമാണ്. മേടിക്കാൻ പറ്റുന്നവർ മേടിച്ച് വീട്ടിൽ വെക്കുക. ഇല്ലെങ്കിൽ ദാമ്പത്യപരമായ പ്രശ്നങ്ങളുള്ളവർ ഈ ഒരു ദിവസം ഭഗവാന് താമരമാല കൊടുക്കുവാണെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു തരും. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ജ്യോതിഷപരമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി പരിഹരിച്ച് തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും കന്തസഷ്ടി ദിവസം ദാമ്പത്യപരമായ പ്രശ്നങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും 15 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം.